ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോറോഫിലിന് പച്ചറമുള്ള പിഗ്മെന്റിന് വ്യത്യസ്ത ക്ലോറോഫിലുകളുണ്ടെന്ന് പറഞ്ഞു. ഞാനതൊന്ന് പറയാൻ പോകുന്നു. ക്ലോറോഫിൽ പലതരത്തിൽ നോക്കൂ. ഒന്ന് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സി, ഡി. ഈ എ ബി സി ഡി ഉണ്ടെന്ന് എങ്ങനെ അറിയാം? എ ബി, എ സി, എ ഡി ആൽഗയുടെ ക്ലാസ്സിൽ പഠിച്ചോർമ്മയുണ്ടല്ലോ, അതാണ്. പിന്നെ അതുകൂടാതെ പിന്നെ സാന്തോഫിലുണ്ട്, കരോട്ടീനുണ്ട്. ഇതെല്ലാം പിഗ്മെന്റ്സ് ആണ്, എല്ലാം പിഗ്മെന്റ്സ് ആണ്. ഓൾ ദീസ് ആർ പിഗ്മെന്റ്സ്, പ്ലാന്റിന്റെ പിഗ്മെന്റ്സ് ആണ്. ഇത് ക്ലോറോഫിൽ എ കണ്ടിട്ടുണ്ട്. ക്ലോറോഫിൽ എ പി 680, പി 700, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. പി 680 ഉണ്ട്, പി 700 ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് വെച്ചാൽ പിഗ്മെന്റ് അഥവാ ഫോട്ടോ സിസ്റ്റമാണ്. ക്ലോറോഫിൽ എയിൽ തന്നെ രണ്ടു തരം ക്ലോറോഫിൽ എ ഉണ്ട്, പി 680, പി 700. അതും കൂടെ ഓർത്തോളൂ. ഓക്കെ ഓക്കെ. ഇനി ഇത് പഠിക്കണം നോക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ക്ലോറോഫിൽ എ ആണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ പിഗ്മെന്റ് എന്ന് പറഞ്ഞ ഇയാളാണ്. ക്ലോറോഫിൽ എ എന്ന് പറഞ്ഞ ഇയാളാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ പിഗ്മെന്റ്. ക്ലോറോഫിൽ എ ആണ് മെയിൻ പിഗ്മെന്റ്. മറ്റുള്ള സഹായികളാണ്, അസസറി പിഗ്മെന്റ് ആണ്. മെയിൻ പിഗ്മെന്റ് എന്നും അസസറി പിഗ്മെന്റ് ഉണ്ടെങ്കിൽ കാരണം ഇപ്പൊ ക്ലോറോഫിൽ എ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസ് നടക്കത്തുള്ളൂ. ക്ലോറോഫിൽ എക്ക് വരും ബി മാത്രമാണെങ്കിൽ ഒന്നും നടക്കത്തില്ല, സി മാത്രമാണ് നടക്കത്തില്ല. പക്ഷെ എ ഉണ്ടാവുകയും ഒപ്പം ബിയും സിയും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഫോട്ടോസ് നടക്കത്തുള്ളൂ. ഇത് നിങ്ങൾ ഇപ്പൊ പറയുന്നതല്ല, നിങ്ങൾ ആൽഗയിൽ പഠിച്ചാണ് അല്ലേ? ആൽഗയുടെ ആ പിഗ്മെന്റിന്റെ കാര്യം പറയും. ക്ലോറോഫിൽ എ ആൻഡ് ബി, എ ആൻഡ് സി, എ ആൻഡ് ഡി ഇല്ലേ? അപ്പൊ എല്ലാത്തിലും എ ഉണ്ടല്ലോ, ബിക്കോസ് എ ഇസ് ഇമ്പോർട്ടന്റ് വൺ. സോ എ ഇസ് ദ മെയിൻ പിഗ്മെന്റ് അഥവാ പ്രൈമറി പിഗ്മെന്റ്. Chlorophyll is a main pigment or primary pigment. All others are called accessory pigment. അവയുടെ സഹായിക്കുന്ന പിഗ്മെന്റ് അക്സസറി ആണ്, സെക്കൻഡറി ആണ്, പ്രൈമറി അല്ല. അത് പക്ഷേ ക്ലോറോഫിലാണ് പ്രൈമറി പിഗ്മെന്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ക്ലോറോഫിലേക്ക് പ്രൈമറി പിഗ്മെന്റ് വിളിച്ചെന്ന് പറയാൻ കാര്യമുണ്ട്. സൂര്യപ്രകാശം സ്വീകരിച്ച് ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സൂര്യപ്രകാശ സാന്നിധ്യത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയതിനു ശേഷം എനർജി ഉണ്ടാക്കുന്ന ജോലിയാണ് ക്ലോറോഫിലിനുള്ളത്. അതിൽ ഒരു ക്ലോറോഫിൽ മോളിക്യൂളിന് മാത്രമേ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടത്താനുള്ള കഴിവുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അവർ ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യത്തില്ല. അത് ചെയ്യുന്ന ആരാണ്? ക്ലോറോഫിൽ എ ആണ്. അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കും, പക്ഷെ അത് ഉപയോഗിച്ചൊന്നും ചെയ്യാനില്ലാതെ ക്ലോറോഫിലേക്ക് കൊടുക്കുക എനർജി. അങ്ങനെ കിട്ടിയ എനർജി എല്ലാം കൂടെ ക്ലോറോഫിലേക്ക് വരുമ്പോൾ ക്ലോറോഫിലേക്കാണ് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ കഴിവുള്ളത്. മനസ്സിലായാലും അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ക്ലോറോഫിൽ ഈസ് എ മെയിൻ പിഗ്മെന്റ്, ആൾ അതേഴ്സ് ആർ അക്സസറി പിഗ്മെന്റ്. അത് മനസ്സിലാക്കണം. ഞാൻ കാര്യം പറഞ്ഞുതരാം, ശ്രമിച്ചോളൂ. ഈ ക്ലോറോഫിൽ എക്കോ ബിക്കോ സിക്കോ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊരു കൂട്ടമായിട്ടിരുന്നാൽ മാത്രമേ ഒരു റിയാക്ഷൻ നടത്താൻ വരെ കൊണ്ടൊക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കൂ, ക്ലോറോഫിൽ എ, ഇത് മറ്റെല്ലാവരും ഇരിക്കുകയാണ്. ഇത് എ, ഇത് ബി, സി, ഡി, സാന്തോഫിൽ, കരോട്ടിൻ, ബി, സി, ഡി, സി, സാന്തോഫിൽ, കരോട്ടിൻ എല്ലാം ഇരിക്കുക. ഇതാണ് ക്ലോറോഫിൽ എ. ഒരു ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും ചെയ്യാൻ, ഒരു കൂട്ടമായിട്ട് നിന്നാലും എന്തെങ്കിലും ചെയ്യാനൊക്കെ. ഫോർ എക്സാമ്പിൾ ലോറി പോയി കഴിയുമ്പോൾ റോഡിൽ ഗട്ടറിൽ വരും, 10 പേരുണ്ടെങ്കിൽ തള്ളി കയറ്റാനേ പറ്റുള്ളൂ. നിങ്ങൾ പോയി 10 പേരെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഓരോരുത്തരും വന്ന് ഒന്ന് തള്ളി മാറി, അടുത്തൊന്ന് തള്ളി മാറി, അങ്ങനെ തള്ളി മാറിയ കാര്യം നടക്കില്ല. എന്താണ് എന്നോട് ഒന്നിച്ച് തള്ളിയാലേ ലോറി കരയിൽ കയറും. ഇതേപോലെയാണ് ഓരോരുത്തർക്കും തള്ളാനുള്ള കഴിവുണ്ട്, പക്ഷെ അവരൊന്നും ചെയ്തില്ല. അതുപോലെ ഇവരെല്ലാവരും സൂര്യപ്രകാശം വലിച്ചെടുക്കുന്ന, സൂര്യപ്രകാശം വന്ന് വീഴുകയാണ്. ഓക്കെ, സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇയാൾ വലിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും, ഇയാൾ വലിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും, അങ്ങനെ കൊടുത്ത് 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 അവസാനം എനർജി എല്ലാം ആര് കിട്ടും? ക്ലോറോഫിൽ എയിലേക്ക് വരും. അതാണ് അസസറി. ഇവിടെ അതിൽ ആരുടെ ഒരു എന്നിട്ട് ഈ എനർജി എല്ലാം കൂടി ഈ വരുമ്പോൾ ഇയാൾ എന്ത് വരുമ്പോൾ ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് തട്ടും. ക്ലോറോഫിൽ എ വിൽ എമിറ്റ് എനർജി റിച്ച് ഇലക്ട്രോൺ. ആരെ എമിറ്റ് ചെയ്തത്?
ക്ലോറോഫിലയാണ് എന്ത് ചെയ്തത്, തിരിച്ച് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ബാക്കി അതുകൊണ്ടാണ് ഇത് ക്ലോറോഫിലേസ് ആണ് മെയിൻ പിഗ്മെന്റ് അഥവാ പ്രൈമറി പിഗ്മെന്റ്. അതുകൊണ്ട് മെയിൻ പിഗ്മെന്റ് ആണ്. അതുകൊണ്ട് ക്ലോറോഫിലയെ വിളിക്കുക റിയാക്ഷൻ സെന്റർ എന്നാണ്. Chlorophyll is called reaction center, and all these molecules are called antenna molecules. ഇനി ഇത്രയും ഒരു കൂട്ടം ഒന്നിച്ചിരിക്കുന്നതാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. അഥവാ LHC. അപ്പോ ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, ഒരു പിഗ്മെന്റിന് ഒന്നിച്ചൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടമായിട്ടിരുന്നാലേ അവർക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ കഴിയുള്ളൂ. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? എ കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോൺ പുറത്തേക്ക് വന്നത് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇത് എന്തിന്റെ സ്ഥാനത്ത് നടക്കുന്നത്? ലൈറ്റിന്റെ സ്ഥാനത്ത് നടക്കുന്നത്. അതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ ഒരു പിഗ്മെന്റ് ഒറ്റയ്ക്ക് കഴിയത്തില്ല. പിന്നെ ഒരു കൂട്ടം പിഗ്മെന്റുകൾ ഒന്നിച്ച് ചെയ്താലേ കഴിയത്തുള്ളൂ. ആ ഒരു കൂട്ടം പിഗ്മെന്റ് വിളിക്കുന്ന പേരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അഥവാ LHC. ഇവർ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനകത്ത് 200 മുതൽ 300 വരെ പിഗ്മെന്റ് മോളിക്യൂൾ കാണും. പക്ഷെ അതിനകത്ത് നിർബന്ധമായ ഒരാൾ കാണും, അതാണ് ക്ലോറോഫിൽ എ. മറ്റുള്ള സാന്തോഫിലാകാം, കാരോട്ടിനാകാം, ക്ലോറോഫിൽ ബി ആകാം, സി ആകാം, ഡി ആകാം, എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ പ്രധാനമായിട്ട് ആരുണ്ടായിരിക്കും? ക്ലോറോഫിൽ എ ഉണ്ടായിരിക്കണം. അതാണ് അയാൾ ഒരു പ്രൈമറി പിഗ്മെന്റ്. മറ്റുള്ള എല്ലാ സഹായ പിഗ്മെന്റുകളാണ്. എല്ലാവരും സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുമെങ്കിലും അവരെല്ലാം എനർജിയെ ട്രാൻസ്ഫർ ചെയ്ത് ആർക്ക് കൊടുക്കും? ക്ലോറോഫിലേക്ക് കൊടുക്കും. ഉള്ളി ക്ലോറോഫിലേക്ക് ക്യാൻ എമിറ്റ് എനർജി റിച്ച് ഇലക്ട്രോൺ. മനസ്സിലായോ? അതുകൊണ്ട് ക്ലോറോഫിൽ ഈസ് കാൾഡ് ലൈറ്റ് റിയാക്ഷൻ സെന്റർ, others are called antenna molecules. അപ്പോൾ രണ്ട് കമ്പാർട്ട്മെന്റ് ആരൊക്കെയാണ്? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് രണ്ട് പാർട്ടുകൾ, റിയാക്ഷൻ സെന്ററും ആന്റിന മോളിക്യൂൾ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള നേരത്തെ പറയുന്നത് P650, P700 അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഇത് P680 ആണെങ്കിൽ ഇതിനെ ഞാൻ PS2 എന്നാണ് വിളിക്കുന്നത്. PS2. സപ്പോസ് ഇത് P700 ആണെങ്കിൽ ഇതിനെ ഞാൻ PS1 എന്ന് വിളിക്കും. PS1 PS2. ഓക്കെ. P680 ആണെങ്കിൽ PS2 എന്നും P700 ആണെങ്കിൽ PS2 എന്ന് വിളിക്കും. സോറി, PS1 എന്നും 680 ആണെങ്കിൽ PS2. P എന്ന് പറഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം എന്നർത്ഥം. അപ്പോൾ PS2 എന്ന് വിളിക്കുന്നതിനാണ് ക്ലോറോഫിൽ എ. P680 ആണ് റിയാക്ഷൻ എന്തായിട്ടിരിക്കുന്നത് LHC എങ്കിൽ അതിനെ PS2 എന്ന് വിളിക്കും. അതല്ല, ക്ലോറോഫിൽ എക്കകത്ത് P700 ആണ് റിയാക്ഷൻ എന്തായിട്ടിരിക്കുന്നതെങ്കിൽ അതിനെ PS1 എന്ന് വിളിക്കും. ഇങ്ങോട്ട് ഓർത്ത് നോക്കി, 680 കഴിഞ്ഞാൽ 700 വരുന്നു. അങ്ങനെ ആകുമ്പോൾ 680 1 700 2 അല്ലേ ആവേണ്ടത്. അങ്ങനെ പഠിക്കരുത്, ഇങ്ങനെ മാറി തന്നെ പഠിച്ചോ. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അതായത് PS-ന്റെ എക്സ്പാൻഷൻ ഫോട്ടോ സിസ്റ്റം അഥവാ പിഗ്മെന്റ് സിസ്റ്റം എന്നാണ്. There are two type of light harvesting complex, PS1 ഉം PS2 ഉണ്ടായിരിക്കും. ഇതിനകത്ത് രണ്ടിലും നിർബന്ധം കാണുന്ന മോളിക്കൂൾ ആന്റിന മോളിക്കൂളാണ്. ആന്റിന മോളിക്കൂളും അതുപോലെ റിയാക്ഷൻ സെന്റർ ഉണ്ടായിരിക്കും. റിയാക്ഷൻ സെന്റർ എപ്പോഴും ക്ലോറോഫിൽ എ ആയിരിക്കും. അത് P680 ആണെങ്കിൽ PS2 എന്ന് വിളിക്കും, P700 ആണെങ്കിൽ PS1 എന്ന് വിളിക്കും. എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഈ ഫോട്ടോസിന്തസിന്റെ യഥാർത്ഥ പ്രക്രിയയിലേക്ക് കടക്കാൻ പോവാണ്. ഫോട്ടോസിന്തസിസ് 2 സ്റ്റെപ്പ് ഉണ്ട്. ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതൊക്കെ വരച്ച് പഠിച്ചോണേ. ഫോട്ടോസിന്തസിസ് ഒന്ന് ലൈറ്റ് റിയാക്ഷൻ, മറ്റൊന്ന്
ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ലാമെല്ലയിലാണ് അല്ലെങ്കിൽ ഗ്രാനയിലാണ്. ഇത് സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് വേണം, ഡാർക്ക് റിയാക്ഷന് ലൈറ്റ് വേണ്ട എന്നേ ഉള്ളൂ, അല്ലാതെ ഇരുട്ടത്തല്ല നടക്കുന്നത്. ലൈറ്റ് വേണ്ട ഇതിനർത്ഥമുള്ളത്. ലൈറ്റ് വേണ്ടാത്ത ഡാർക്ക് റിയാക്ഷൻ അല്ലാതെ രാത്രി നടക്കുന്ന അർത്ഥത്തിലല്ല. ഇത് ലൈറ്റ് അത്യാവശ്യമാണ്, ലൈറ്റ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ലൈറ്റ് റിയാക്ഷൻ എന്നും ഡാർക്ക് റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ എന്താണ് നടക്കുന്നത്? ബൈ യൂസിങ് സോളാർ എനർജി water is broken down into H plus and OH minus. ആദ്യം പിന്നീട് ഈ OH മൈനസ് വീണ്ടും വിഘടിച്ച് H പ്ലസും OH ആയി മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് വിൽ ബ്രോക്കൺ ഡൗൺ ഇൻടു H പ്ലസ് ആൻഡ് O2. ഇങ്ങനെ ഉണ്ടാവും, O2 മൈനസ് ഉണ്ടാവും. അല്ല H പ്ലസ് ഓക്സിജൻ അല്ലെങ്കിൽ H2 പ്ലസ് O2 ആണെന്ന് വെച്ചോളൂ. വാട്ടർ ഈസ് ബ്രോക്കൺ ഡൗൺ H2 ആൻഡ് O2. ജലം വിഘടിച്ച് H പ്ലസും അല്ലെങ്കിൽ H2 O2 ആയി മാറുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ഒന്നാമത്തെ ഘട്ടം. സോ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. In presence of light, in light reaction, in presence of light, water is broken down to H plus and OH minus. H plus OH minus ആയിട്ട് മാറും. ഇതിനെ ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ലൈറ്റ് റിയാക്ഷൻ ഒരു പ്രക്രിയ എന്താണ്? ജലം വിഘടിക്കുന്നു, H plus OH minus ആയി മാറുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. ഫോട്ടോ ലൈറ്റ്, ലൈസ് എന്ന് വെച്ചാൽ മുറിക്കുക. ഫോട്ടോ ലൈറ്റ്, ലൈറ്റിന്റെ സഹായത്താൽ ജലത്തെ മുറിക്കുന്നു. ഫോട്ടോളിസിസ്. വൈദ്യുതിയുടെ സഹായത്തെ കുറിച്ച് ഇലക്ട്രോളിസിസ് എന്ന് വിളിച്ചിട്ടില്ലേ? ഇലക്ട്രോളിസിസ്, ഇത് ഫോട്ടോളിസിസ്. ഇനി അടുത്തത് ADP പ്ലസ് P gives ATP. ADP B ചേർന്ന് ATP ഉണ്ടാവും. രണ്ട്. മൂന്നാമത് NADP പ്ലസ് H പ്ലസ് gives NADP H2. ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം ATP എനർജി റിച്ച് മോളിക്കൂളാണ്. നമ്മൾ നേരത്തെ പഠിച്ചു എനർജി കറന്റ് സോഴ്സ്. അതേപോലെ തന്നെ ഒരു എനർജി റിച്ച് മോളിക്കൂളാണ് NADP H2. മനസ്സിലായല്ലോ? NADP H2 ഉണ്ടാവും. ഇനി ഈ H പ്ലസ് ഇവിടെ ഫ്രീ ആയല്ലോ. ഈ H പ്ലസ് എടുത്തിട്ടാണ് ഡാർക്ക് റിയാക്ഷനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് H പ്ലസുമായിട്ട് ചേർന്ന് C6H12O6 ഉണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ഈ പ്രക്രിയ നടക്കാനുള്ള ബാറ്ററികളാണിവ. നിങ്ങൾക്കറിയാം ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എനർജി വേണം. സോ അതിനുള്ള എനർജി റിച്ച് മോളിക്കൂളാണ് ഇവയല്ല. സോ ഇത് എനർജി റിച്ച് മോളിക്കൂളാണ് ഇവ. എനർജി പവേഴ്സ്, ഇവയിലെ എനർജി പവറുകളാണ്. അത് ഉപയോഗിച്ചാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോ ഈ ലൈറ്റ് റിയാക്ഷനിൽ നിന്നും ഡാർക്ക് റിയാക്ഷനിലും സംഭാവന എന്തൊക്കെയാണ്? ഒന്ന്, ജലത്തെ വിഘടിപ്പിച്ച് H പ്ലസിനെ കൊടുക്കും. ഒപ്പം തന്നെ രണ്ട് എനർജി റിച്ച് മോളിക്കൂൾ കൊടുക്കും, ATP NADPH. ഈ ATP NADPH ഉണ്ടാകുന്നത് ഇതുപോലെ ഈ ജലത്തെ വിഘടിപ്പിക്കുന്നതല്ല, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം ഇതാണ്. അപ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലത്തെ വിഘടിപ്പിച്ച് ഫോട്ടോസിസ് നടത്തുന്നു. ഒപ്പം രണ്ട് എനർജി റിച്ച് മോളിക്കൂൾ ATP NADPH ഉണ്ടാകുന്നു. ഈ ജലത്തെ വിഘടിപ്പിച്ചിട്ട് H പ്ലസും ഈ രണ്ട് എനർജി റിച്ച് മോളിക്കൂൾ ചാർജ് ബാറ്ററിയാണ്. ഇതും കൂടി ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണ്. This is the entire step of photosynthesis. Okay. ഒരു ഐഡിയ കിട്ടിയാൽ അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കും, ഫോട്ടോളിസിസ് നടക്കും, ATP ഉണ്ടാവും, NADPH ഉണ്ടാവും. യഥാർത്ഥ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നവരാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അതിനാവശ്യമുള്ള H പ്ലസ് ജലത്തിൽ നിൽക്കും, ആവശ്യമുള്ള എനർജി ATP NADPH കൊടുക്കും. അങ്ങനെയാണ് ഈ പ്രോസസ് നടക്കുന്നത്. മനസ്സിലായാലും ഇനി നമുക്ക് ഓരോന്നോരോന്നും വേറെ കാര്യം പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊന്ന് കുറിച്ച് വെച്ചോ. അതായത് ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോൺ സഞ്ചരിക്കും, എങ്ങോട്ടൊക്കെ പോകുന്നത്. നേരത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനകത്ത് ലൈറ്റ് വരുമ്പോൾ ഒരു എനർജി വെച്ച് ഇലക്ട്രോൺ കൊണ്ട് പുറത്തോട്ട് പോകത്തില്ലേ? ഈ ഇലക്ട്രോൺ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ആ ഇലക്ട്രോൺ എങ്ങനെയൊക്കെ ചാടി ചാടി പോകുന്നത് എങ്ങോട്ടാ, അതിൻ്റെ ഇടയിൽ എങ്ങനെ ATP കിട്ടി, അതിൻ്റെ ഇടയിൽ എങ്ങനെ NADPH കിട്ടി.
അപ്പൊ ആ ഒരു ഓട്ടത്തെ വിളിക്കുന്നതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇലക്ട്രോണിന്റെ അതിനിങ്ങനെ കുറെ പേര് കൈമാറി കൊണ്ടുപോകും. ഇത് ഓരോരുത്തർ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച് ഓരോരുത്തർ കൈമാറി ഇങ്ങനെ കൊടുത്തു കൊണ്ടുപോകും. ഇങ്ങനെ അറിയുമ്പോൾ കോൺക്രീറ്റ് കുഴയ്ക്കുന്നത് തറയിലാണ്, പക്ഷെ അത് ഇടുന്നത് തട്ടും പുറത്താണ്, വീട് വാർക്കും അല്ലേ. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ചട്ടി ചമ്മണി കൊടുത്തുകൊണ്ട് കുറെ പേര് നേരം നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് അങ്ങോട്ട് കൊടുത്തു, അടുത്തത് വാങ്ങിച്ചു. ഇതുപോലെ ഇലക്ട്രോൺ ഓരോരുത്തർ വാങ്ങിച്ച് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ എങ്ങനെയൊക്കെ പോകുന്നു എന്നൊരു പഠനം നടത്താൻ പോകുന്നു. കണ്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ആദ്യം പഠിക്കാൻ പോകും. ലൈറ്റ് റിയാക്ഷൻ അത് ഇലക്ട്രോൺ എങ്ങനെയൊക്കെ പോകുന്നു, ഇങ്ങോട്ടൊക്കെ ചാടി പോകുന്നുള്ള പഠനത്തിലൂടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇത് വരില്ല. സൂര്യൻ ഉദിച്ചു, ലൈറ്റ് വന്ന് ഇലയിൽ വീഴും. ഇലയിൽ വീഴുമ്പോൾ ഇലയിലെ സെല്ലിനകത്ത് വായിക്കുള്ളൂ ക്ലോറോപ്ലാസ്റ്റ്, ഇതിനകത്ത് വന്ന് വീഴും അല്ലേ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് അകത്തോട്ട് ചെന്ന് ഈ ലാമെല്ല വരെ ചെന്ന് വീഴും. ഈ ലാമെല്ല ചെന്ന് വീഴുമ്പോൾ ഈ ലാമെല്ലയുടെ ഭിത്തിയിലാണ് എന്തിരിക്കുന്നത്, ഈ ലാമെല്ലയുടെ ഭിത്തിയിലാണ് PS1 PS2 ഒക്കെ ഇരിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ലാമല്ല ഉണ്ടെന്ന് പറയാം. ആ ലാമല്ലയുടെ ഭിത്തിയിലാണ് PS1 PS2 ഒക്കെ ഇരിക്കുന്നത്. അതായത് പിഗ്മെന്റ് മോളിക്കുളായ ക്ലോറോഫിൽ ഇരിക്കുന്നത്. ഇവിടുത്തെ രക്തത്തിന് ചുവപ്പ് കുറവാണ് അല്ലെ, പക്ഷെ ചുവപ്പ് കുറവ് കൊടുക്കുന്ന വസ്തുവായ ഹീമോഗ്ലോബിൻ അതെവിടെ ഇരിക്കുന്നത്, RBCയിലാണ് ഇരിക്കുന്നത് അല്ലേ. അതുപോലെയാണ് ചെടിക്ക് പച്ചറ കൊടുക്കുന്ന വസ്തു ഇരിക്കുന്നത് ഇവിടെയാണ്. എവിടെ, ക്ലോറോപ്ലാസ്റ്റ് അകത്തിരിക്കുന്ന ലാമല്ല അഥവാ തൈലക്കോടിന്റെ ഭിത്തിയിലാണ് ഇരിക്കുന്നത്. അവിടെ ലൈറ്റ് ഒന്ന് വീഴുമല്ലോ, സംശയമൊന്നുമില്ല. ലൈറ്റ് അവിടെ ലൈറ്റ് ഇവിടെ വന്ന് വീഴും. വീഴുമ്പോൾ സംഭവിക്കുന്ന പഠിക്കാൻ പോകും. മനസ്സിലായാലും ആദ്യം ഇത് PS2 ആണ് എന്നുവെച്ചാൽ P680. അവിടെ ലൈറ്റ് വന്ന് വീഴും. വീഴുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജലം പിടിക്കും. ആദ്യം പിടിച്ച് H+ഉം OH- ആയിട്ട് മാറും. ഇത് വരുന്നതാണ് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. ഇതാണ് ആദ്യം നടക്കുന്നത്. ജലം വന്ന് PS2 വീഴുമ്പോൾ PS2 സഹായത്തോടുകൂടി PS2 ഒരു വസ്തു ഇരിപ്പുണ്ട്. അതിന്റെ പേര് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് എന്നാണ്. അത് ഇതിനകത്ത് ഇരിപ്പുണ്ട്, വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. അയാളുടെ സഹായത്തോടുകൂടി ജലത്തെ നമ്മൾ വിഘടിപ്പിച്ച് H+OH- മാറ്റും. ഓക്കെ, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇലക്ട്രോണുകൾ നിർജ്ജീവിച്ച ഇലക്ട്രോണിനെ മുകളിലേക്ക് കണ്ടാൽ ഇലക്ട്രോണിന്റെ മുകളിലേക്ക് തട്ടി നേരത്തെ പഠിച്ചല്ലോ. അതിന് ഒരാളുടെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്നാണ്. ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഒരാൾ ആരാണ്, ഒരു കോംപ്ലക്സ്, ഒരു മോളിക്യൂളാണ്. അതിന്റെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ഒരാളോട് നിൽക്കണം. ഒരാൾ പന്ത് അടിച്ചു കഴിഞ്ഞാൽ ആ പന്ത് എനർജിയോട് കൂടിയല്ലേ ചെയ്തത്, അപ്പോൾ ഒരാൾ പിടിക്കാതെ നിൽക്കണം അല്ലേ, അതുപോലെയാണ്. അപ്പൊ ഇയാൾ അതിനെ സ്വീകരിക്കും. പക്ഷേ സ്വീകരിച്ചതിന് ശേഷം അയാൾ അല്പം എനർജിയോടെ ചേർത്തിട്ട് താഴോട്ട് തട്ടും. അപ്പൊ ഇവിടുന്ന് എനർജിയോട് കൂടി അവിടെ ചെന്ന് ഇവിടെ തട്ടി കഴിയുമ്പോൾ എനർജി കുറയും. അപ്പൊ താഴേക്ക് വരും അല്ലെ, എനർജി താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ അതിന്റെ എനർജി എല്ലാം പോയി, ഇലക്ട്രോൺ എനർജി എല്ലാം പോയി വീക്കാവും. വീക്കാവുമ്പോൾ ആശയമാണ് അതിന്റെ പേര് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ്, ETS. ETS എന്നൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഒരു കോംപ്ലക്സ് ഒരു മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾ വരാണ് ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്ന ഒരു കോംപ്ലക്സ് ഓഫ് മോളിക്യൂൾ ഇപ്പോൾ ഉണ്ട്. ആ കോംപ്ലക്സ് ഓഫ് മോളിക്യൂൾ പേര് സൈറ്റോക്രോം B6, സൈറ്റോക്രോം F എന്നൊക്കെയാണ്. ഈ ഇലക്ട്രോണുകൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് എനർജി ഉണ്ടല്ലേ, ആ എനർജി ചൂറ്റി എടുക്കും. ആരായിട്ട് ഈ ഒരു എനർജി ശേഷം ഇവിടെ ഒരു ADP ഒരു മോളിക്യൂൾ ഉണ്ട്, ADP. അതിനെ P-യുമായി ചേർത്ത് ATP ആക്കി മാറും. അതിനുള്ള എനർജി എവിടെ നിന്ന് എടുത്തു, ആ ഇലക്ട്രോണിൽ എടുത്തു. അത് ഇലക്ട്രോണിന് കാര്യം
നല്ല എനർജിയോടുകൂടി മുകളിലോട്ട് പോയ ഇലക്ട്രോൺ ഇവിടെ തട്ടി തിരിച്ച് എനർജി കുറഞ്ഞ് താഴേക്ക് പ്രതിഫലിക്കുമ്പോൾ ആ എനർജി അത് ഊറ്റിയെടുത്തു. ADP P യുമായി ചേർത്ത് ATP ആക്കാൻ എടുത്തു. അപ്പൊ എനർജിയുടെ ഇലക്ട്രോൺ എനർജി എല്ലാം പോയി. അപ്പൊ ഇയാൾ അതിനെ ചുമന്നുകൊണ്ടുവന്ന് അടുത്തടുത്ത് കൊടുക്കും. അത് PS1 ആണ്. PS1 കൊണ്ട് കൊടുക്കും. പ്രത്യേക എനർജി കാലിയായ എനർജി ഒന്നും ഇല്ല, ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കണം, ഇവിടെ ലൈറ്റ് വീഴുന്നു, ഇവിടെ ലൈറ്റ് വീഴുന്നുണ്ടല്ലോ, അവിടെ ലൈറ്റ് വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം അവിടെ എനർജി എല്ലാം വലിച്ചെടുത്തതിനു ശേഷം ആ എനർജി എല്ലാം കൂടെ ഈ ഇലക്ട്രോൺ അടിച്ചാൽ കൊടുക്കും. ഒരു പന്തിന് ഉരുണ്ടുണ്ട്, ഒരാൾ പന്ത് കാലുകൊണ്ട് അടിക്കുന്നു, ഭയങ്കര എനർജി അല്ലേ? പന്തിനപ്പോൾ പന്ത് തെറിച്ച് തന്ന് ഉരുണ്ടുണ്ട് ഒരാളടുത്ത് വീഴുന്നു, എനർജി എല്ലാം പോയി. അത് ഒറ്റ അടി കൊടുക്കുന്നു. അപ്പൊ പന്ത് വീണ്ടും പഴയ കുതിക്കത്തില്ല. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ആ ഇലക്ട്രോൺ വീണ്ടും മുകളിലേക്ക് ഒറ്റ മുകളിലേക്ക്. അപ്പൊ അവിടെ സ്വീകരിക്കാൻ നിൽക്കണം അല്ലേ? അവർ സെക്കൻഡറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. വേറെ ആളുകൾ സ്വീകരിക്കാൻ നിൽക്കും. എങ്ങനെയാണ് സെക്കൻഡറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. ആദ്യത്തെ പ്രൈമറി ആയിരുന്നു, രണ്ടാമത് സെക്കൻഡറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. അപ്പൊ ഇത് നമുക്ക് PS2 ആണ്. നമുക്ക് വേണമെങ്കിൽ PS2 എഴുതാം. ഇവിടെ PS1 ആണെന്ന് എഴുതാം. കാരണം PS1 അല്ലേ? ഇവിടെ എത്തിയ ഇലക്ട്രോൺ വീണ്ടും പുറത്തോട്ട് വരും. പുറത്തോട്ട് വരുമ്പോൾ അവിടെ ഒരാൾ ഇപ്പോൾ അറിയാമോ? NADP. അത് ഈ H+ കമ്പൈൻ ചെയ്യാൻ റെഡിയായിരിക്കുക. അത് നിങ്ങൾ ഇതിങ്ങനെ വായിക്കണേ. ഇതിപ്പോ ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ 2 2 എഴുതാമല്ലോ. ഇത് 2 മൈനസ് ഉണ്ട്, OH മൈനസ് ഉണ്ടല്ലോ. ഈ 2 OH മൈനസ് അത് OH മൈനസ് പ്ലസ് OH മൈനസ് gives H2O plus half O2 plus 2 electron. ശരിയാണോ? ഈ റിയാക്ഷൻ ശരിയാണോ? OH മൈനസ് പ്ലസ് OH മൈനസ് gives H2O plus half O2 plus 2 ഇലക്ട്രോൺ. ശരിയല്ലേ? ഇയാൾക്ക് ഇലക്ട്രോൺ ഉണ്ട്, ഇയാൾക്ക് ഇലക്ട്രോൺ ഉണ്ട്, രണ്ടുപേർക്കും വേണ്ട, അതീ വന്നു. അപ്പോ ഇതാണ് പുറത്തേക്ക് പോകുന്ന ഓക്സിജൻ. ഈ ഹാഫ് ഓട്ടോയില് ഒന്നും കൂടെ ചേർന്ന് ഓട്ടു ആവും, അത് പുറത്തു പോകും. അപ്പൊ OH പോലെ ഇവിടെ ആരനിയുണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ കഥ മനസ്സിലായോ? 2 H2 മേടിച്ച് 2 H+, 2 OH മൈനസ് ഉണ്ട്. 2 OH മൈനസ് ഇങ്ങനെ ചേർന്ന് ഒരു ജലതൻ മാത്രമേ ഒരു ഹാഫ് ഓട്ടും 2 ഇലക്ട്രോണും ഉണ്ടാകും. ഓക്കെ, എന്നിട്ട് ഈ ഇലക്ട്രോൺ ഇയാൾക്ക് ഇലക്ട്രോൺ പോയല്ലോ, അത് ഇയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് തിരിച്ചു കൊടുക്കും. ഈ ഇലക്ട്രോൺ എടുത്തു കൊടുക്കും. അയാൾ സന്തോഷമായി. ഇയാൾക്ക് ഇലക്ട്രോൺ പോയിട്ടുണ്ടോ? ഇല്ല, വന്ന ഇലക്ട്രോണാണ് പോയത്. അപ്പൊ അയാൾക്ക് പരാജയമൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇവിടെ പോയി ഈ ജലം ഈ H+ അധികം വന്നല്ലേ, ആ H+ ഇനി വരും. എന്താ കമ്പൈൻ ചെയ്ത് നിൽക്കാം. H+, NADPക്ക് H+ കൊണ്ട് കമ്പൈൻ ചെയ്യണം. 2 H+ ഉണ്ടല്ലോ. പക്ഷെ NADP കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? മറ്റേത് H+ ആണ്, NADP ന്യൂട്രലാണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ പറയാം, ജലം വിഘടിച്ചു, 2 H2O, 2 H+, 2 OH മൈനസ്. ആ 2 OH മൈനസ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ജലവും ഓക്സിജനുമായി ഇലക്ട്രോണുമായി ഈ ഓക്സിജൻ പുറത്തോട്ട് പോയി ഇലക്ട്രോൺ ഇയാൾ കൊടുത്തു. ഇയാളെ പരാജയപ്പെട്ടു. 2 H+ ഉണ്ട്, അയാൾ ഇവിടെ വരും. ഇയാൾ കമ്പൈൻ ചെയ്യാൻ നോക്കണം, ഇയാൾ ന്യൂട്രലാണ്, ഇയാൾ പോസിറ്റീവ് ചാർജാണ്. അന്നേരമാണ് ഇതിന്റെ ഇലക്ട്രോൺ വരുന്നത്. അതിന് ഇയാളെന്ന് എടുക്കും. അപ്പൊ ഇയാൾ ആരായി? മൈനസ് ആയേ. ഇനി കമ്പൈൻ ചെയ്തൂടെ? അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് NADPH2. നേരത്തെ പറഞ്ഞാലല്ലോ ലൈറ്റ് റിയാക്ഷൻ എന്ത് കിട്ടുമെന്ന്? ATP കിട്ടി, NADP കിട്ടി. ഇതാണ് ഇവിടെ നടക്കുന്നത്, ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ഒരു റിയാക്ഷൻ. ഇവിടെ ഇതിന് പല പേരുകളുണ്ട്. ഇവിടെ ഇലക്ട്രോൺ, ഈ പോയ ഇലക്ട്രോൺ ഇവിടെ വന്ന് അവസാനിക്കുകയാണ് അല്ലെ? തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ പാത സൈക്ലിക് ആണ്, നോൺ സൈക്ലിക് ആണ്? നോൺ സൈക്ലിക് ആണ്. ഒന്ന് ADP P യുമായി ചേർന്ന് ATP ആവുകയാണല്ലോ, ആണ്. ADP P യുമായി ചേർന്ന് റിയാക്ഷൻ നമുക്ക് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിച്ചുകൂടെ വിളിക്കാം. അപ്പൊ ഇത് ഫോസ്ഫോറിലേഷൻ ആണ്. ലൈറ്റ് വീണതുകൊണ്ടല്ലേ ഈ പ്രക്രിയ നടന്നത്? ആണ്. അങ്ങനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിച്ചുകൂടെ വിളിക്കാം. റിയാക്ഷൻ സൈക്ലിക് ആണോ നോൺ സൈക്ലിക് ആണോ? നോൺ സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ വരുന്നവരാണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. കാരണം മനസ്സിലായല്ലോ?
ദിസ് ഇസ് കാൾഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഞാൻ പറയാം എന്തുകൊണ്ടാണ് വിളിച്ചത്? ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഈ കറക്കം സൈക്ലിക് അല്ല, കാരണം ആ ഇലക്ട്രോൺ തിരിച്ചു വരുന്നില്ല. സോ ഇറ്റ് ഇസ് കാൾഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇനി ഈ ഇലക്ട്രോൺ മുകളിലേക്ക് വന്നതിനെ അപ്ഹിൽ എന്ന് വിളിക്കാം, ഇങ്ങോട്ട് വരുന്നതിനെ ഡൗൺഹിൽ എന്ന് വിളിക്കാം. ശരിയല്ലേ? മുകളിലേക്ക് വരുന്ന അപ്ഹിൽ, എനർജി പോയപ്പോൾ താഴ്ത്തുന്നു ഡൗൺഹിൽ, വീണ്ടും എനർജി കിട്ടി അപ്ഹിൽ താഴ്ത്തുന്നുണ്ട്. അപ്പൊ എത്ര അപ്ഹിൽ എത്ര ഡൗൺഹിൽ? 2 അപ്ഹിലും 2 ഡൗൺഹിലും. ശരിയാണ്? ഇത് കണ്ട റീസെന്റ് പോലെ തോന്നില്ലേ? ഇങ്ങനെ ചരിച്ചു വെച്ചാൽ റീസെന്റ് സ്കീം എന്ന് വിളിക്കും. ശരിയാണ്? ഇവിടെ ഒരു റിഡോക്സ് പൊട്ടൻഷ്യൽ മൂലമാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? റിഡോക്സ് പൊട്ടൻഷ്യൽ. എന്താ റിഡോക്സ് പൊട്ടൻഷ്യൽ? ഇവിടെ എനർജിക്ക് ഇലക്ട്രോൺ എനർജി കിട്ടി. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോ? ഒരു ഇലക്ട്രോൺ എനർജി കിട്ടുന്ന റിഡക്ഷൻ ആണ്, അല്ലെ? റിഡക്ഷൻ. അത് എനർജി പോയി, ഓക്സിഡേഷൻ. വീണ്ടും എനർജി കിട്ടി, റിഡക്ഷൻ. വീണ്ടും എനർജി പോയി, ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷൻ ഓക്സിഡേഷൻ റിഡക്ഷൻ ഓക്സിഡേഷൻ. അതാണ് റിഡോക്സ് പൊട്ടൻഷ്യൽ. മനസ്സിലായോ? ഇതാണ് എന്ത്? സൈക്ലിക്. ഇതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, അല്ലേ? ആരൊക്കെ വേണം? PS2 വേണം, PS1 വേണം. ശരിയല്ലേ? എന്തൊക്കെ ഉണ്ടാവും? ATP ഉണ്ടാകും, ADP അല്ലെ ADP ഉണ്ടാകും, NADPH ഉണ്ടാവും. ജലം വിഘടിക്കുകയും ചെയ്യും. ശരിയല്ലേ? പുസ്തകത്തിലുണ്ട്, വരച്ചെടുത്തോണം. നിങ്ങളും വരച്ചെടുത്തോണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ.
ഇനി ഇത് അങ്ങനെ അല്ലാതെ ഒരു വീടുകളാണ്. ചിലപ്പോ ഈ ആശാൻ കാണത്തില്ല. ഒരു പ്രാവശ്യം ഇവിടെ മാത്രമേ നടക്കത്തുള്ളൂ. ഈ പോകുന്ന ഇലക്ട്രോൺ ഇവിടെ NADP സ്വീകരിക്കത്തില്ല, കാരണം ഇവിടെ H2 ഇല്ലല്ലോ. H2 ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ ഇവിടെ വന്നതിന് ശേഷം സ്വീകരിക്കുന്ന ആളെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയും. അത് തിരിച്ചിങ്ങനെ വരും. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ പാത എന്താണ്? സൈക്ലിക്കാണ്. ATP ഉണ്ടായി, നൈട്രജൻ വേണം. അപ്പൊ എന്ത് പേരാണ് നമുക്ക് വിളിക്കാം? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. വിളിക്കുകയാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇവിടെ വരുന്ന ലൈറ്റ് എത്രയായിരിക്കും? 700 ആയിരിക്കും. അത് നമുക്ക് PS1 എന്ന് വിളിക്കാം. ശരിയല്ലേ? ഇപ്പൊ രണ്ട് തരത്തിൽ നടക്കും. ലൈറ്റ് റിയാക്ഷൻ രണ്ട് തരത്തിൽ നടക്കും. ഇതാണ് സൈക്ലിക്കും നോൺ സൈക്ലിക്കും ആയിട്ട് നടക്കും. മനസ്സിലായി? പരീക്ഷ ഒരുപാട് ഡിഫറൻസ് സൈക്ലിക് നോൺ സൈക്ലിക് പറയാമോ? നോൺ സൈക്ലിക്കിന് PS2 വേണം, PS1 വേണം. സൈക്ലിക്കിനോ PS1 മാത്രം മതി. ശരി. ബോട്ടോൾസ് ഓഫ് വാട്ടർ എവിടെ നടക്കുന്നു? നോൺ സൈക്ലിക് നടക്കുന്നു, സൈക്ലിക് നടക്കുന്നില്ല. ATPയും NADP H2 ഉണ്ടാവും എവിടെ? നോൺ സൈക്ലിക്. സൈക്ലിക്കിനകത്ത് ATP മാത്രമേ ഉണ്ടാവും. അല്ലേ? അതുപോലെ ലൈറ്റ് എത്ര വേണം? 680 700 വേണം നോൺ സൈക്ലിക്. 700 മാത്രം മതി സൈക്ലിക്. ശരിയല്ലേ? ഇലക്ട്രോണിന്റെ പാത നോൺ സൈക്ലിക് ആണ്, നോൺ സൈക്ലിക്. സൈക്ലിക് ആണ്, സൈക്ലിക്. പറയാമല്ലോ? പറയാം. പിന്നെ NADP H2 ഉണ്ടാകുന്നില്ല, അതൊക്കെ പറഞ്ഞില്ല. ഇങ്ങനെ പല വ്യത്യാസം. അതുപോലെ തന്നെ 2 അപ്പിലും 2 ഡൗൺഹിലും ഉണ്ട് നോൺ സൈക്ലിക്. ഇവിടെ ആണെങ്കിലും ഒരു അപ്പിലും ഒരു ഡൗൺഹിലും ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ഇവിടെ ഒരു എൻസൈമിന്റെ പ്രവർത്തനം ഉണ്ടാകും. NADP H1 ചേരുന്നത് NADP ഡീഹൈഡ്രോജനീസ് എന്നൊരു എൻസൈമാണ്. NADP ഹൈഡ്രോജനീസ് എൻസൈമാണ് NADP H1 കംപ്ലീറ്റ് ചെയ്യുന്നത്. പഠിച്ചത് കുഴപ്പമില്ല. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. സോ യു ഹാവ് ടു നോ ഓൾ ദീസ് ആൻഡ് സ്റ്റഡി ദ ഡിഫറൻസസ്. നോട്ട് അതെല്ലാം
തരും ഞാൻ, എങ്കിലും നിങ്ങളത് തയ്യാറാക്കണം, ഈ വ്യത്യാസങ്ങളെല്ലാം. ഓക്കെ, നമുക്കിനി ഡാർക്ക് റിയാക്ഷനാണ് പഠിക്കാനുള്ളത്. അതിന് ഒരു കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ.